വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ അവിടെ വരെയായി. ഔട്ട്ഫിറ്റ്സ് എടുത്തോ, അതുപോലെ സ്റ്റാർസ് വെച്ചോ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയോ, നിങ്ങൾ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല രസമല്ലേ അതൊക്കെ കേൾക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാൻ എടുത്ത കുറച്ച് ഔട്ട്ഫിറ്റുകളാണ്. അതിൽ പാർട്ടി വെയർ ഉണ്ട്, ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സുകളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് തീമിലുള്ള ഹോം വെയർസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് വേഗം വെളിയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ഒരു എ ലൈൻ ഡ്രസ്സാണ് ഇത്. കറക്റ്റ് റെഡ് അല്ല, ഒരു റെഡിഷ് മെറൂൺ കളറിൽ വരുന്നൊരു ഡ്രസ്സാണിത്. അപ്പോൾ ഇത് ഇൻഡോ എറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എ ലൈൻ ഷേപ്പിലുള്ള ഒരു മിഡി ഡ്രസ്സ് എന്ന് പറയാം, എ ലൈൻ ഡ്രസ്സ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എംബ്രോയിഡറി വർക്കാണ്. യോക്കിൽ കാണുന്ന എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കുറേ സ്ട്രൈപ്സ് ഡിസൈനിലുള്ള പാറ്റേൺ ആണ് വരുന്നത്. കണ്ടോ, ഇതിൽ സിൽവർ ലൈൻസ് ആണ് കാണുന്നത്. ഈ സിൽവർ ലൈൻസ് എന്ന് പറയുന്നത് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. 3/4 ആണ് സ്ലീവ്സിൻ്റെ അറ്റത്ത് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ഉണ്ട്. ഇത് അടിപൊളിയാണ്. ഇത് ഈ ഒരു ഡ്രസ്സിൻ്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഈ ഒരു സിമ്പിൾ ഡ്രസ്സിനെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക എലിവേറ്റ് ചെയ്യുന്നത്. അതർവൈസ് ഇതൊരു സിമ്പിൾ ഡ്രസ്സാണ്. കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറകുവശം നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈൻസ്, സിൽവർ ലൈൻസ് മാത്രമേ ഉള്ളൂ, ഈ സ്ട്രൈപ്പ് ഡിസൈൻ മാത്രമേ ഉള്ളൂ പുറകിൽ. കണ്ടോ, പിന്നെ ഇതിൻ്റെ ഫാബ്രിക് റയോൺ ആണ്. സോ നല്ല കംഫർട്ടബിൾ ആണ്. ലെങ്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ട്രയോണിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും, ഇതൊരു ഓൾമോസ്റ്റ് ഒരു ആങ്കിൾ ലെങ്ത്തിന് എത്തേണ്ട അത്രയും ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ കുറച്ചുകൂടെ എന്നെക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവരിടുമ്പോൾ ഇത് ശരിക്കും ഒരു ആങ്കിൾ ലെങ്ത്തിന്, കാഫ് ലെങ്ത്തിന് മേളിലാവുമ്പോൾ കുറച്ച് നല്ല ഡ്രസ്സ് ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. കാരണം ഒരു എ ലൈൻ ഷേപ്പിലുള്ളൊരു മിഡി ഡ്രസ്സ് അത്ര ലെങ്ത്തിൽ വരുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പം ഇതാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് 599 ആണ്. 599 ഇത് വർത്ത് ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വാങ്ങിക്കുമ്പോൾ 899 ആയിരുന്നു. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് നല്ലതായിരുന്നു. പിന്നെ ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ് കേട്ടോ. ഞാൻ സൈസ് ചാർട്ട് നോക്കി തന്നെയാണ് എടുത്തത്. എനിക്കിത് റെഗുലർ ഫിറ്റിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി നോക്കുവാണെങ്കിൽ ഇത് ലൈനിങ്ങിലല്ല ഈ ഒരു ഡ്രസ്സ് വരുന്നത്, പിന്നെ ട്രാൻസ്പെറൻറ്റും അല്ല. നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ഇടാതെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതായാലും ഈ ഡ്രസ്സ് ട്രാൻസ്പെറൻ്റ് അല്ല. നമ്മൾ ആദ്യം കണ്ട ഡ്രസ്സ് ഓൾമോസ്റ്റ് ഒരു റെഡിഷ് മെറൂണിൽ വരുന്നത് കൊണ്ട് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ഡ്രസ്സാണത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റെഡി ടു വെയർ പാർട്ടി വെയർ ഔട്ട്ഫിറ്റാണ്. ഇത് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. നമ്മൾ പൊതുവെ ക്രിസ്മസ് തീം എന്നൊക്കെ പറയുമ്പം റെഡ്, വൈറ്റ്, ഗ്രീന്, പിന്നെ ഇപ്പോൾ ഒരു ബർഗണ്ടി ട്രെൻഡിങ്ങിലുണ്ട്. അതുപോലെ തന്നെ പാർട്ടി വെയർ ആകുമ്പോൾ ഒരു സിൽവർ ഗോൾഡൻ ടോണിലുള്ളതാണ് എടുക്കുക. അപ്പോൾ ഇതെന്ന് പറയും, ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ടൊരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണിത്. ഇതും ഇൻഡോ എറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ കുർത്ത, പാൻറ്, ദുപ്പട്ടയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം കുർത്ത നോക്കാം. കുർത്ത വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് യോക്കിലുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്കാണ്. ഇത് ഗോൾഡൻ കളറിലുള്ള, ഗോൾഡൻ ടോണിലുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ്. എടുത്ത് കാണിക്കുന്ന ആ ഒരു ഗോൾഡൻ അല്ല, ഒരു ഓൾമോസ്റ്റ് ഒരു ബേജ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് വരുന്നത്. ആൻഡ് സ്ലീവ് നോക്കുവാണെങ്കിൽ 3/4 ആണ് സ്ലീവിൻ്റെ അറ്റത്തും ഈ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ കുർത്തയുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നിങ്ങൾ കാണുന്ന ഈ ഒരു എംബ്രോയിഡറി വർക്ക്. പുറകിൽ ഇത് സോളിഡ് പാറ്റേൺ ആണ്. ആൻഡ് ഇതൊരു സ്ട്രേറ്റ് കുർത്തയാണ്. സൈഡ് സ്ലിപ്സ് ഉണ്ട്. ട്രൈ ഓൺ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തയാണിത്. ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ വിസ്കോസ് റയോൺ എന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയൊരു ബ്ലെൻഡ് പോലെ എനിക്ക് തോന്നി. അങ്ങനെ വേർക്കുന്നതല്ല, എന്നാലും ചെറിയൊരു ബ്ലെൻഡ് പോലെ തോന്നി. ട്രാൻസ്പെറൻസി നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര നേരിയ എക്സ്റേ ടൈപ്പ് അല്ല, ഒരു മീഡിയം ലെവലിൽ വരുന്നതാണിത്. റെഗുലർ ഫിറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. സൈസ് ചാർട്ട് നോക്കി എടുത്താൽ മതി. എന്താ പറയുക, ലാർജും റെഗുലർ ഫിറ്റിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. കുറച്ച് സീക്വൻസ് വർക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് നോക്കുവാണെങ്കിൽ ഒരു അഫ്ഗാൻ ഡിസൈനിൽ വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ ഇത്. അത്യാവശ്യം വിഡ്ത്ത് ഉണ്ട് ഈ ഒരു പാൻറ്റിന്.
പാൻറ്റിൻ്റെ വേസ്റ്റ് ബാൻഡ് നോക്കുവാണെങ്കിൽ ഫുൾ ഇലാസ്റ്റിക് അല്ല, ഒരു ഹാഫ് ഇലാസ്റ്റിക്കും അതിൻ്റെ കൂടെ തന്നെ ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. സെയിം മെറ്റീരിയൽ ആണ്, കുർത്തയുടെ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റിനും. പാൻറ്റിൻ്റെ അറ്റത്തും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എലിഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ശരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ടയാണിത്. ഇത് അത്യാവശ്യം വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ്. നല്ല ഡിസൈനിൽ വരുന്നൊരു ദുപ്പട്ടയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദുപ്പട്ട കണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അതിലും എംബ്രോയിഡറി വർക്കും ഗോൾഡൻ എംബ്രോയിഡറി വർക്കും സ്വീക്വൻസ് വർക്കൊക്കെ ഉണ്ട്. ആൻഡ് ഇതവർ ഓർഗൻസ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓർഗൻസ സിൽക്കായിരിക്കും ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ. മറ്റേ എന്തൊരു പൊന്തി നിൽക്കുന്ന ആ ഒരു ഓർഗൻസ സിൽക്കാ തോന്നുന്നു. പക്ഷെ നല്ല കംഫർട്ടബിളാണ് ഇടാനൊക്കെ. എനിക്ക് ഇതിൻ്റെ ദുപ്പട്ട നല്ല ഇഷ്ടമായി, അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് 1699 ഈ ഫുൾ ഔട്ട്ഫിറ്റിന് വരുന്നത്. സെറ്റ് എനിക്ക് എന്തായാലും ഇഷ്ടമായി. പിന്നെ എന്തെങ്കിലും സെയിൽസൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറയും. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു വർത്ത് ആയിട്ടുള്ള സെറ്റാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഹോം വെയേഴ്സ്, ക്രിസ്മസ് തീമിലുള്ള ഹോം വെയേഴ്സ് കൂടെ ഇതിലുണ്ട്. അപ്പം ഞാൻ 2 നൈറ്റ് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ക്രിസ്മസ് തീമിലുള്ള നൈറ്റ് ഡ്രസ്സുകൾ ഉണ്ടെന്ന് കുറേ ആയിട്ട് നോക്കുന്നു. അവസാനം ഒരു സ്റ്റാർ പ്രിൻറ്റുകളുള്ള ഒരു സെറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഷർട്ടും അതുപോലെ തന്നെ പൈജാമയായിട്ടുള്ള സെറ്റാണ്. ഇത് സിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. മുന്നേ ഞാൻ ഇവരുടെ ബ്രാൻഡ് എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്, നല്ല കംഫർട്ടബിളാണ് ഇവരുടെ ക്ലോത്ത്സൊക്കെ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഷർട്ടിൽ വരുന്നതാണ്, ഫുൾ സ്ലീവിൽ വരുന്നൊരു ഷർട്ടാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ടീൽ ബ്ലൂവിൽ ഇങ്ങനത്തെ സ്റ്റാർ പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട്. നോർമൽ ഷർട്ട്. ഇത് ഞാൻ ബട്ടൺസ് അയച്ചതുകൊണ്ട് ഒരു പിടിക്കാൻ ശരിയില്ല. കണ്ടോ, ഞാൻ ഏതായാലും ഇട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് എന്ന് പറയുന്നത് ഡ്രോ സ്ട്രിങ് വരുന്ന സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉള്ള പാൻറ്റാണ്. സെയിം ഡിസൈൻ, അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള നല്ല പാൻറ്റാണ്. നല്ല കംഫർട്ടബിളാണ്. ഓയിസറി കോട്ടൺ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ബനിയൻ, നമ്മൾ സാധാരണ ഇന്നേഴ്സൊക്കെ വാങ്ങുമ്പോഴുള്ള മെറ്റീരിയൽ, ആ മെറ്റീരിയൽ തന്നെയാണ്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. എൻ്റെ ഇതെനിക്ക് റെഗുലർ ഫിറ്റാണ്. വലിയ സൈസിൽ തന്നെ കിടപ്പുണ്ട്. സാധാരണ എടുത്ത് കഴിഞ്ഞിങ്ങനെ ടൈറ്റ് ആവാറുണ്ട്. നോർമൽ നൈറ്റ് ഡ്രസ്സ് ഞാൻ XL ഒക്കെയാണ് എടുക്കാറുള്ളത്. ഇവരുടെ അടുത്ത് ഞാൻ എപ്പോഴും ലാർജാണ്. നിങ്ങൾ സൈസായിട്ട് നോക്കി എടുത്താൽ മതി. ആൻഡ് ഇത് എപ്പോഴും 999 കാണാറുള്ളത്. ഞാൻ വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു ഓഫറായിട്ട് 949 എനിക്ക് കിട്ടിയത്. അല്ലാത്ത പക്ഷേ ഇതിന് റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, സെയിൽസ് വരുമ്പോൾ നോക്കി വാങ്ങാം. എനിവേ ഇവരുടെ ക്ലോത്ത്സ് ഇല്ലേ, വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നാറുണ്ട് എനിക്ക് ഇവരുടെ ക്ലോത്ത്സ്. അടുത്തതും നൈറ്റ് ഡ്രസ്സാണ്. ഇത് ഡോട്ട് പ്രിൻറ്റുകളും കുറച്ച് സ്ട്രൈപ്സ് പാറ്റേൺ ഒക്കെ കൂടെയുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് ഞാൻ എടുത്തത് എന്താ പറയുക, ഈ കളർ എന്താണ്, ഒരു പിങ്കും റെഡൊക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് ഇത് നേവി ബ്ലൂവിലാണ് വന്നിട്ടുള്ളത്. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഷർട്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഡോട്ട് പ്രിൻറ്റുകളും പിന്നെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, കോഫി മേക്സ് മീ ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പ്രിൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൈ 3/4 സ്ലീവ്സിൽ വരുന്നതാണിത്. ഇതും ഞാൻ എടുത്തത് ലാർജാണ്. നല്ല കംഫർട്ടബിളാണ്, നല്ല മെറ്റീരിയലാണ്. സെയിം മെറ്റീരിയലാണ്, നേരത്തെ കാണിച്ച അതേ മെറ്റീരിയൽ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ് സ്ട്രൈപ്പ് ഡിസൈനിലുള്ള പാൻറ്റാണ്. ഡ്രോ സ്ട്രിങ് ഉണ്ട്, സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. സെയിം മെറ്റീരിയൽ, നല്ല കംഫർട്ടബിളാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. നിങ്ങൾക്ക് ഇവരുടെ ബ്രാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ നല്ല ഡിസൈൻ, നല്ല ഭംഗിയുള്ള, നല്ല വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ കാരണം സൈസൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഫിറ്റ് ആവുന്നതാണ് ഇവരുടെ. പിന്നെ ക്ലോത്ത്സും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ റേറ്റ് 899 ആണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 799 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 799 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേർത്താണ്. ലാസ്റ്റ് ഐറ്റം ഒരു സ്ലിംഗ് ബാഗ് ആണ്. സ്ലിംഗ് ബാഗ് എന്ന് പറയുമ്പോൾ മൊബൈൽ സ്ലിംഗ് ബാഗ്. സോ നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു ഡെയിലി യൂസിന് പറ്റിയ കാഷ്വലായിട്ടൊക്കെ പോകുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിംഗ് ബാഗാണിത്. ഈ ഒരു മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണ്.
ആൻഡ് എന്താ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ഉണ്ട്, തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു സിപ്പ് ലോക്ക് വരുന്നുണ്ട് കണ്ടോ. നമ്മുടെ ഫോണ്, അതുപോലെ തന്നെ കാർഡ്സ്, പിന്നെ എന്താ പറയുക പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിടാൻ പറ്റും. അങ്ങനത്തെ ചെറിയ ചെറിയ ആക്സറീസ് ഡെയിലി യൂസിനെ പറ്റും. നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ചെറിയ ഐറ്റംസ് കൊണ്ടുപോയില്ലേ, അതൊക്കെ ഇടാൻ പറ്റിയൊരു മൊബൈൽ സ്ലിംഗ് ബാഗാണ്. എനിവേ ഇതെനിക്ക് വർത്തായിട്ട് തോന്നി. ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആയതുകൊണ്ട്, ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഞാൻ വാങ്ങിക്കുമ്പോഴതിന് 8-10 അങ്ങനെ എന്തോ ആണ്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. സെയിൽസൊക്കെ നടക്കുമ്പോൾ എന്തായാലും റേറ്റ് കുറയും. പിന്നെ നല്ല മെറ്റീരിയലാണ്, PU ലെതറോ അങ്ങനെ എന്തോ ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ സിപ്പില്ല, ഇവിടെ ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ തുറന്നിട്ടാണുള്ളത് മെയിൻ സിപ്പ് ലോക്ക് എന്ന് പറയുന്നത്. ഉള്ളിലൊരു ഇന്നർ സിപ്പ് ലോക്കേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്കൊരു ക്ലോഷർ വരുന്നതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊന്നും പുറത്തേക്ക് വീഴുമോ അങ്ങനത്തെ ഒരു പേടി വേണ്ട. പിന്നെ നമുക്കിതാ സ്ട്രിങ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമുണ്ട്. നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിൽ പിടിക്കണം അങ്ങനെയാവും. ഒരു സ്ട്രിങ് പോലെ സ്ലിംഗ് ബാഗ് പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാവും. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മൊബൈൽ സ്ലിംഗ് ബാഗാണിത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐറ്റം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പ്രൊഡക്റ്റുകളുടെ ഒക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്താ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാൻ നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.